പി ജയചന്ദ്രന്റെ മൃതദേഹം അല്പസമയങ്ങൾക്കകം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. മകൻ ദിനനാഥും സംഗീത നാടക അക്കാദമി അംഗങ്ങളും ആശുപത്രിയിലെത്തി. VS സുനിൽകുമാർ, ജയരാജ് വാര്യർ എന്നിവരും ആശുപത്രിയിൽ. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ മൃതദേഹം കൈമാറുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായോ? അതിന് അല്പസമയങ്ങൾക്കകം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. ആശുപത്രിയിൽ ജയചന്ദ്രൻ്റെ മകൻ ദിനനാഥും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും സംഗീത സാഹിത്യ അക്കാദമി അംഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മറ്റും എത്തിയിട്ടുണ്ട്. മുൻമന്ത്രി VS സുനിൽകുമാറും അതോടൊപ്പം തന്നെ നടൻ ജയരാജ് വാര്യരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും ആംബുലൻസിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രങ്ങളടക്കം നൽകി ബന്ധുക്കൾ കാത്തിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ ഭാവഗായകൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം വരെ ഇതേ ആശുപത്രിയിലായിരുന്നു പി ജയചന്ദ്രൻ ഉണ്ടായിരുന്നത്. അർബുദ രോഗബാധിതനായും ശ്വാസകോശ സംബന്ധമായ കരൾ സംബന്ധമായ അസുഖങ്ങളും ചികിത്സിച്ചത് ഇതേ ആശുപത്രിയിലായിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അവശതയിലായ ഘട്ടങ്ങളിലൊക്കെ പിന്നീട് മടക്കിക്കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീർത്തും അവശനായാണ്. ആശുപത്രിയിലെത്തിയതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വൈകിട്ട് 7:54 ഭാവഗായകൻ വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നലെ പൂർണ്ണമായും ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചത്. അല്പസമയങ്ങൾക്കകം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. മകൻ ദിനനാഥ് അടക്കമുള്ള അടുത്ത ബന്ധുക്കളും മറ്റുമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ തറവാട് വീട്ടിലേക്കായിരിക്കും ആദ്യം മൃതദേഹം എത്തിക്കുക. അമല ആശുപത്രിയിൽ നിന്നും ഏകദേശം ഒരു 15 മിനിറ്റ് ദൂരത്തിലുള്ള യാത്രയാണുള്ളത്. വലിയ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ അന്ത്യയാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ആംബുലൻസിന് കടന്നു പോകേണ്ടതടക്കമുള്ള ഗതാഗത ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തമിഴ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ PB ശ്രീനിവാസൻ്റെയും ശബ്ദങ്ങൾ വ്യത്യാസം എന്താണ്, പാട്ടുകൾ തമ്മിൽ വ്യത്യാസം എന്താണ്, TM സൗന്ദരരാജൻ്റെ പാട്ട് എന്താണ്. ജയൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഗായിക P സുശീലയാണ്. അപ്പം ലതാ മങ്കേഷ്കറിനെ കുറിച്ച് പറയാം, ലതാ മങ്കേഷ്കർ വലിയ പാട്ടുകാരാണ്, തീർച്ചയായിട്ടും വലിയ പാട്ടുകാരാണ്. പക്ഷേ എനിക്ക് സുശീലാമ്മ ആണ് ഇഷ്ടം എന്ന് പറയും. അത് പറയാൻ ഒരു മടിയില്ല. അതുപോലെ ഈ ജാനകിയമ്മ, വാണിജ്യറ എല്ലാവരും കൂടിയും മികച്ച ഡുവറ്റുകൾ ജയൻ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബന്ധം ഒരു 2 സിനിമാക്കാർ തമ്മിലുള്ള ബന്ധമല്ല, 2 സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അതിന് ഞങ്ങൾ തമ്മിൽ കൂടുതൽ എടുക്കാനുള്ള കാരണം ഞങ്ങളുടെ 2 പേരുടെയും ജീവിത പശ്ചാത്തലം ഏറെക്കുറെ ഒന്നാണ്. കാരണം വലിയ ജന്മിത്തറവാട് തകർന്ന വലിയ ജന്മിത്തറവാട്ടിൽ ജനിച്ചവർ ഞങ്ങൾ 2 പേരും. അപ്പോൾ അതിൻ്റെ ചില ദോഷങ്ങൾ ഞങ്ങൾ 2 പേർക്കും ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും പെട്ടെന്ന് മുൻകോപം വരുന്ന സ്വഭാവവും അതിൽ നിന്ന് കിട്ടിയതാണ്, ഞങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ മാറ്റി മര്യാദക്കാരനാകണമെന്ന് വിചാരിക്കാമെന്ന് പറയും. എന്തിനാ തമ്പി, അത് തമ്പിയുടെ ഐഡൻറ്റിറ്റിയാണ്, ഒന്നും മാറ്റണമെന്ന് പറയും ജയൻ. അതാണ് ജയചന്ദ്രൻ്റെ സ്വഭാവം. ഏതായാലും പിന്നെ ആശ്വാസം എന്താണെന്ന് എനിക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ടിരിക്കുകയാണ്, ഹൃദയത്തിനും പ്രശ്നമുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഞങ്ങൾ ഒന്നുചേരും. അതുകൊണ്ട് വളരെ കൂടുതൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി വിൽ ബി ദെയർ. താങ്ക് യു.
ലെവിൻ, ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാനൊരുങ്ങുകയാണ് നാട്. മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾ ഉടൻ തന്നെ ഏറ്റുവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് പൊതുദർശനം സംബന്ധിച്ച വിവരങ്ങൾ, അതുപോലെ നാളത്തെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. ബന്ധുക്കളും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും സാംസ്കാരിക പ്രവർത്തകരും അടക്കം നടത്തിയ കൂടിയാലോചനയിലായിരുന്നു പൊതുദർശനം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇന്നലെ രാത്രി കൂടിയാലോചനകൾ നടത്തി തീരുമാനിച്ചത് പ്രകാരം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നായിരുന്നു. പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റും ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ വൈകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബന്ധുക്കളടക്കം 8:30യോടുകൂടിയാണ് എത്തിയത്. മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ മോർച്ചറിയിൽ വെച്ച് നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. മകൻ ദിനനാഥും സാഹിത്യ അക്കാദമി അംഗങ്ങളും അതോടൊപ്പം തന്നെ സംഗീത സാഹിത്യ അക്കാദമി അംഗങ്ങളും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെയാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ഈ അമല ആശുപത്രി മോർച്ചറിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആശുപത്രി പ്രവർത്തകരും പൊതുജനങ്ങളും അടക്കമുള്ള വലിയൊരു വിഭാഗം ഭാവഗായകൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിനായി ഈ ആശുപത്രി പരിസരത്തുണ്ട്. ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പോലീസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരുന്നു. തൃശ്ശൂർ പൂങ്കുന്നത്തെ പൂങ്കുന്നത്തെ വീട്ടിലേക്കായിരിക്കും, ഭാര്യ ലളിതയുടെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം ആദ്യം എത്തിക്കുക. അവിടെ 8 മണി എന്നുള്ള സമയമായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. 8 മുതൽ 10 വരെയുള്ള സമയം എന്നുള്ളതായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ ഒരു നേരിയ വ്യത്യാസം സമയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാനിടയുണ്ട്. 9:30യോടുകൂടി ഈ മൃതദേഹം വീട്ടിലെത്തിക്കാനാകുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന കാര്യം. 9:30യോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ചതിന് ശേഷം അവിടെ 2 മണിക്കൂർ സമയം പൊതുദർശനത്തിന് വയ്ക്കും.